ചേച്ചിയെ നാളെ സ്കൂളിൽ പോകുന്ന യൂണിഫോം ഇല്ലാണ്ട് കേറ്റൂലെന്ന് പറഞ്ഞിട്ട് മാഷി. നമുക്ക് ഇന്ന് വാങ്ങാം കേട്ടോ. ചോറെടുത്ത് കഴിക്കണേ. ചേച്ചി വേഗം പോയിട്ട് വരാം. എന്റെ ഭരതവതേ, എന്തെങ്കിലും ഒരു കച്ചവടം നടക്കണേ. ഇവിടെയൊന്നും വേണ്ട, പോട് പോട്. ഇതിനെയൊന്നും വിശ്വസിച്ചൂടാ. ഒരു സാധനം വേണ്ട കേട്ടോ, പോട്. ഇനി എവിടെയാന്ന് കേറിയ ഒരു കച്ചവടം നടന്നില്ല. വെയിലും വെള്ളവും തീർന്നല്ലോ. ആളുണ്ടല്ലോ, വാതിൽ തുറക്കാത്തെന്താ? ചേച്ചി സാധനം ഒന്നും വാങ്ങണ്ട, കുറച്ച് വെള്ളം വേണ്ടിട്ടായിരുന്നു. ഒന്ന് വാതിൽ തുറക്കോ? ഇവിടെ ഒരു വീടുണ്ടല്ലോ, ഇവിടെ നിന്നെങ്കിലും ആരെങ്കിലും വാങ്ങിയാൽ മതിയായിരുന്നു ഭഗവാനെ. അടിപൊളി ഒരു പെണ്ണ് വരുന്നുണ്ടല്ലോ, വരട്ടെ. എന്തേ സാറേ, ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്ന. എൻ്റെ കയ്യിൽ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്, വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഒക്കെയാ. എന്തെങ്കിലും ഒന്ന് വാങ്ങുമോ സാർ? പ്രോഡക്റ്റ് ഒക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ നിന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടട്ടെ. നിനക്കുള്ള കച്ചവടം ഞാൻ തരും. സാറേ, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. ഞാൻ എൻ്റെ വീട്ടിലെ ഏക ആശ്രയം. എൻ്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് കുറെ കാലമായി. അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല. ഞാൻ രാവിലെ ഈ ബാഗ് തൂക്കി ഇറങ്ങിയിട്ട് വേണം അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാനും. അനിയനുണ്ട്, അനിയൻ്റെ സ്കൂളിൻ്റെ ചെലവ് നോക്കാനും. അപ്പൊ എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റ് സാർ ഒന്ന് എടുത്ത് സഹായിക്കണം. നീ ആളൊരു സുന്ദരിയാണല്ലോ, പ്രൊഡക്റ്റ് കാണിക്കുന്നേ. സാറേ, സാർ അമ്മ ഇവിടെ ഉണ്ടോ? എനിക്ക് ആദ്യം കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ, നീ ഇങ്ങോട്ട് കേറി വാ. ആദ്യം വെള്ളം ഞാൻ എടുത്തു തരാം. അമ്മയൊന്നും ഇവിടെ ഇല്ല. വാ വാ. എന്നാ കുഴപ്പമില്ല സാർ, ഞാൻ പോയിക്കോളാം. നീ പോവല്ലേ, നീ ഇങ്ങോട്ട് കേറി ഇരിക്കി. നിനക്ക് വൈകുന്നേരം അമ്മേന്റെ ഗുളിയൊക്കെ വാങ്ങിക്കാനുള്ളതല്ലേ. നിന്റെ പ്രോഡക്റ്റ് മുഴുവൻ ഞാൻ വാങ്ങിച്ചോളാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ. ഞാൻ വെള്ളം എടുത്തു തരാം, വാ.
ആ ഹലോ അമ്മേ. ഇല്ല കുഴപ്പമില്ല, കച്ചവടം നടത്തിക്കേ. ആ ആ മരുന്ന് യൂണിഫോം ഞാൻ വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ആ ഓക്കെ.